നമസ്കാരം. കേരളത്തിലുള്ള ഒരേയൊരു മതേതര പാർട്ടി ബി.ജെ.പി. ആണെന്ന് ഷോൺ ജോർജ്. മറ്റുള്ള പാർട്ടികളെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമുകളാണെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം പതിവാകുമ്പോൾ കേരളത്തിൽ ബി.ജെ.പിയിലെ ക്രൈസ്തവ നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ വിമർശനം ശക്തമാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ബി.ജെ.പി. കോർ കമ്മിറ്റി അംഗമായ ഷോൺ ജോർജ് മറ്റുള്ളവർക്കെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നത്. ബി.ജെ.പി. ഇനിയും ക്രിസ്മസിന് കേക്കുമായി ക്രൈസ്തവ പുരോഹിതരെ കാണാൻ പോകും, ഓണത്തിന് ചിപ്സും കൊണ്ടുപോകും, റംസാനും ആഘോഷിക്കുമെന്ന് ഷോൺ ജോർജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബി.ജെ.പി. എല്ലാവരെയും ഒരുപോലെ കാണുന്ന പാർട്ടിയാണ്, എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുന്നു. അതേസമയം മറ്റു പാർട്ടികൾ വിഭാഗീയ രാഷ്ട്രീയം കളിക്കുകയാണ്. കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടി കൊടിലോത്ത് നടന്നത് ഡിവൈഎഫ്ഐയും CPM-ഉമാണ്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ പ്രസ്താവന പ്രതിഷേധാർഹമാണ്. ഡിവൈഎഫ്ഐ ഇപ്പോൾ നടത്തുന്ന പരാമർശങ്ങളും പ്രതികരണങ്ങളും ബി.ജെ.പി. കൈയും കെട്ടി നോക്കി നടക്കില്ല. ഡിവൈഎഫ്ഐ ആരുടെ കുഴലത്തുകാരാകുന്നുവെന്ന് കേരളം തിരിച്ചറിയുന്നുവെന്നും ഷോൺ ജോർജ് പറഞ്ഞു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയിരുന്നു. ഹിറ്റ്ലറുടെ കടുത്ത അനുയായിയായിരുന്ന നിയോ മുള്ളറുടെ അവസ്ഥയാണ് ബിഷപ്പിനെ കാത്തിരിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആരോപിച്ചിരുന്നു. ചില പിതാക്കന്മാർ RSSന് കുഴലൂത്ത് നടത്തുകയാണെന്ന് സനോജ് കുറ്റപ്പെടുത്തി. കേക്കുമായി RSS ശാഖയിലേക്ക് ചിലർ പോകുന്നു, തിരിച്ച് RSS ശാഖയിൽ നിന്ന് കേക്കുമായി അരമനകളിലേക്കും വരുന്നു. പരസ്പരം പരവതാനി വിരിക്കുകയാണ് ഇവരെന്നും VK സനോജ് വിമർശിച്ചിരുന്നു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സർക്കാരിന് നന്ദി പറഞ്ഞ് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി രംഗത്തെത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയും അമിത്ഷായുടെയും ഇടപെടലിനെ തുടർന്നാണ് ജാമ്യം ലഭിച്ചതെന്നും വൈകിയാണെങ്കിലും നീതി ലഭിച്ചെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം താമരശ്ശേരി ബിഷപ്പ് ബി.ജെ.പിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. മതപരിവർത്തനം ആരോപിച്ച ഒഡീഷയിലെ ജലേശ്വറിൽ മലയാളി കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെയുണ്ടായ ആക്രമണത്തിലായിരുന്നു വിമർശനവുമായി താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ രംഗത്ത് വന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്ത് വിവിധ മേഖലകളിൽ ക്രൈസ്തവർക്കെതിരായ മതപീഡനത്തിൽ 100 ഇരട്ടി വർധനവുണ്ടായി. പാകിസ്ഥാനിൽ ന്യൂനപക്ഷ പീഡനമുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിയമങ്ങളുണ്ടാക്കി അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ടെത്തിക്കുമ്പോൾ അതേ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ യൂറോപ്പിലേക്ക് പോകണമെന്നാണോ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് ബിഷപ്പ് ചോദിച്ചിരുന്നു. താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിൽ കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ച സാരിവേലി സമരം ഉദ്ഘാടനം ചെയ്ത് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശ്ശൂരിൽ ബി.ജെ.പിക്ക് സഭ പിന്തുണ നൽകിയെന്ന AK ബാലന്റെ ആരോപണം സംബന്ധിച്ച ചോദ്യത്തിന് AK ബാലൻ ക്രിസ്ത്യാനിയോ ബി.ജെ.പിയോ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നായിരുന്നു ബിഷപ്പ് പരിഹസിച്ചത്. എന്തെങ്കിലും തെളിവ് കൊണ്ടുവന്നിട്ട് അതേക്കുറിച്ച് സംസാരിക്കാമെന്നും അദ്ദേഹം മറുപടി നൽകി. നക്സലൈറ്റ് ആക്രമണങ്ങൾ ഇല്ലാതാക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ത് നടപടിയാണോ സ്വീകരിച്ചത് അതേ നടപടികൾ ക്രൈസ്തവരെ ആക്രമിക്കുന്ന വിഭാഗത്തിനെതിരെയും ഉണ്ടാകണം. ബി.ജെ.പി. സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് വളരെ അനുകൂല സമീപനത്തോട് ആവശ്യമായ സംരക്ഷണം നൽകാമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടയാളമാണ് ഛത്തീസ്ഗഡിലെ ജയിലിൽ നിന്ന് കന്യാസ്ത്രീകളുടെ മോചനമെന്നും ഇഞ്ചനാനിയിൽ പറഞ്ഞിരുന്നു. ഇതിനിടെ കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് കാണിച്ച് KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ പോലീസിന് പരാതി നൽകിയിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസിൽ ആയിരുന്നു പരാതി നൽകിയത്. ഇമെയിൽ വഴിയായിരുന്നു ഗോകുൽ പോലീസിന് പരാതി നൽകിയത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് ശേഷം സുരേഷ് ഗോപിയെ കാണാനില്ലെന്നും സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നുമായിരുന്നു പരാതിയുടെ ഉള്ളടക്കം. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിനെതിരെയും വിമർശനമുയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാതി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി.ജെ.പിക്കെതിരെ സഭാ നേതാക്കളിൽ നിന്നടക്കം വലിയ വിമർശനം ഉണ്ടായി. വിഷയത്തിൽ സുരേഷ് ഗോപി മൗനം പാലിച്ചത് സഭാ പ്രവർത്തകർക്കിടയിലും അമർഷത്തിന് കാരണമായിരുന്നു. ഇതിനിടെ സുരേഷ് ഗോപിയെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യൂഹന്നാൻ മാർ മിലിത്യോസ് മെത്രാപ്പൊലീത്തയും രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഞങ്ങൾ തൃശൂർകാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ലെന്നും പോലീസിൽ അറിയിക്കണമോ എന്നാണ് ആശങ്കയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇതും ഏറെ ചർച്ചയായിരുന്നു.